േക്ക് ഇടുക്കി പൂപ്പാറ പന്നിയാർപുഴയിൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. വീടുകൾ ഒഴിപ്പിക്കില്ലെന്നും കടകൾ സീൽ ചെയ്യുമെന്നും സബ് കളക്ടർ അറിയിച്ചു. നടപടിയുടെ ഭാഗമായി പൂപ്പാറ ടൗണിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബലമായി ഒഴിപ്പിച്ചാൽ നേരിടുമെന്ന് ഉടമകൾ പറയുന്നു. എല്ലാ നിയമപരമായിട്ടുള്ള സമയങ്ങളും അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പീൽ ഫയൽ ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരമാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു നടപടിക്രമത്തിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ ആയിട്ടുള്ള മറ്റു ഉത്തരവുകളൊന്നും ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം 6 ആഴ്ചയ്ക്കുള്ളിൽ ഈ നടപടി പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ്. ഒരു കടകളും പൊളിച്ചു മാറ്റുന്നില്ല, ഏറ്റെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. പെരിഷബിൾ ഐറ്റംസ് ഉള്ളത് ഒഴിവാക്കാനായിട്ട് അവർക്ക് ഓൾറെഡി സമയം കൊടുത്തിട്ടുണ്ട് നമ്മൾ പെരിഷബിൾ ഐറ്റംസ്. പക്ഷെ പലപ്പോഴും അവർ ഒഴിവാക്കിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് പ്രോസസ്സ് നടക്കുമ്പോഴും വേണമെങ്കിൽ അവർക്ക് ഒഴിവാക്കാനുള്ള സമയം എടുത്ത് മാറ്റാനുള്ള സമയം. താമസിക്കുന്ന വീടുകളൊന്നും ഒഴിപ്പിക്കുന്നില്ല. അവർക്ക് നോട്ടീസ് കൊടുത്ത് സ്ഥലം ടെക്നിക്കലി നമ്മൾ ഏറ്റെടുക്കുന്നു. കടകൾ പൂട്ടി സീൽ ചെയ്യും. ബിനീഷ് ആന്റണി ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബിനീഷ്, നടപടികൾ ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനിടയിൽ സബ് കളക്ടറുടെ വിശദീകരണവും വന്നിരിക്കുന്നു. വീടുകൾ ഒഴിപ്പിക്കില്ലെന്നും കടകൾ സീൽ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രതികരണവും ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്ന നടപടികൾ? ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും വലിയൊരു പ്രതിഷേധം തന്നെ ഉടലെടുക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുക. കാരണം വ്യാപാരികളടക്കം വലിയ പ്രതിഷേധമായി, വ്യാപാരികളും കുടുംബങ്ങളുമെല്ലാം തന്നെ വലിയൊരു പ്രതിഷേധമായി കണ്ടെത്തിയിട്ടുണ്ട്. തങ്ങൾക്ക് പോകാൻ ഒരിടമില്ല. ഈ പല വ്യാപാര സ്ഥാപനങ്ങളുടെയും താഴ്വശമാണ് വീടുകൾ ഉള്ളത്. ഈ വീടുകളിലാണ് ഈ വ്യാപാരികൾ താമസിക്കുന്നത്. ഏതായാലും വീടുകൾ ഒഴിഞ്ഞു പോകാൻ സാവകാശം നൽകിയിട്ടുണ്ട്. വീടുകളിൽ ഇപ്പോൾ ഒഴിപ്പിക്കുന്നില്ല. കടകൾ മാത്രമാണ് ഇപ്പോൾ സീൽ ചെയ്ത് കടകൾ അടയ്ക്കുന്നത്. ഏതായാലും എടുക്കാനുള്ള ആഹാര സാധനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ചീത്തയാവുന്ന എന്ത് സാധനങ്ങളുണ്ടെങ്കിൽ എടുത്തു മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാളെയും അടുത്ത ദിവസങ്ങളിൽ സാവകാശം റവന്യൂ വകുപ്പിന് അപേക്ഷ നൽകിയാൽ തന്നെ കട തുറന്ന് സാധനങ്ങൾ എടുത്ത് മാറ്റാനുള്ള ഒരു സാവകാശവും നൽകിയിട്ടുണ്ട്. ഏതായാലും നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങളുമായി പല കുടുംബങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് മരിക്കുകയില്ലാതെ വേറെ മാർഗമില്ല, തങ്ങൾ കട ഒഴിഞ്ഞ് പോകത്തില്ല എന്നുള്ള ഒരു പ്രതിഷേധമായി തന്നെയാണ് ഈ വ്യാപാരികളും കുടുംബങ്ങളും എല്ലാം തന്നെ രംഗത്തെത്തിയിട്ടുള്ളത്. ഏതായാലും നടപടിക്രമങ്ങൾ പുരോഗമിക്കും. ഏതായാലും ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ വൻ പോലീസ് സന്നാഹം തന്നെ പൂപ്പാറ ടൗൺ മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട്. ഇടുക്കി സബ് കളക്ടർ അരുണേഷ് നായർ പ്രതികരിച്ചിരുന്നത്, അതായത് കടകൾ മാത്രം ഇന്ന് സീൽ ചെയ്യും, വീടുകൾ ഒഴിഞ്ഞു പോകാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നില്ല, സാവകാശം നൽകിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ അരുണേഷ് നായർ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ വ്യാപാരികളും കുടുംബങ്ങളും പറയുന്നത് തങ്ങൾക്ക് പോകാൻ മറ്റൊരു ഇടവുമില്ല, തങ്ങളെ ഒഴിപ്പിക്കരുത്, തങ്ങൾക്ക് ഒരു സാവകാശം അല്ലെങ്കിൽ സാവകാശം നൽകാതെ പോലെയാണ് തങ്ങളെ ഇത്തരത്തിൽ പുറത്തേക്ക് ഇറക്കി വിടുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് വ്യാപാരികൾ പറയുന്നത്. കാരണം 6 ആഴ്ച ഹൈക്കോടതി ഒരു സമയം കൊടുത്തെങ്കിലും ഈ 20 ദിവസത്തിനകം വന്ന ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒഴിപ്പിക്കൽ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ പ്രതിഷേധകരമാണ്. തങ്ങളുടെ ഒരു മറുഭാഗം പോലും കോടതി കേൾക്കാതെയാണ് ഇത്തരത്തിൽ ഒരു നടപടിക്രമങ്ങളായി മുന്നോട്ട് പോകുന്നത്. ഇത് ഒരു മനുഷ്യപരത പോലും നൽകാതെയാണ് ഇത്തരത്തിലൊരു നടപടിക്രമങ്ങളായി ഈ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നതെന്നാണ് വ്യാപാരികളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. ഏതായാലും പല വ്യാപാര സ്ഥാപനങ്ങളിലും ഒഴിപ്പിക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് ഉണ്ടാകുന്നത്. ഏതായാലും ഇന്ന് പൂർണ്ണമായും തന്നെ ഒഴിപ്പിക്കും എന്നത് തന്നെയാണ് സബ് കളക്ടർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും 56 വ്യാപാര സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ പകുതി വീടുകളുമുണ്ട്. വീടുകൾ ഒഴിഞ്ഞു പോകാൻ ഇപ്പോൾ പറയുന്നില്ല, സാവകാശം നൽകും. എന്നാൽ ഇന്ന് കടകൾ പൂർണ്ണമായും അടച്ച് പൂർണ്ണമായും സീൽ ചെയ്യും എന്ന നടപടി നിന്നും പിന്നോട്ട് പോകില്ല. ബിനീഷ്, നിരവധി കടകൾ സീൽ ചെയ്യുമെന്ന് സബ് കളക്ടർ പറയുമ്പോഴും ഈ ബദൽ മാർഗം വ്യാപാരികൾക്ക് അടുത്ത ഒരു ബദൽ മാർഗം ആവശ്യമാണല്ലോ. അവർ പറയും ഞങ്ങൾ എവിടെ പോകും എന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതെങ്ങനെയായിരിക്കും ഇവർ നേരിടാൻ പോകുന്നത്? അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നിലവിൽ ഈ ഹൈക്കോടതി ഉത്തരവുപ്രകാരം കടകൾ ഒഴിപ്പിക്കാനാണ് ഈ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ഉത്തരവ് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ആ ഉത്തരവ് പ്രകാരമാണ് ഇപ്പോൾ ആദ്യഘട്ടമായി ഈ കടകൾ ഒഴിപ്പിക്കുക. ബദൽ മാർഗം പിന്നീട് സർക്കാർ മുഖേനയായിരിക്കും നടപ്പിലാക്കേണ്ടി വരുന്നത്. കാരണം നിരവധി കുടുംബങ്ങളാണ് ഈ കടകൾ വഴി ഉപജീവനമാർഗമായി മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ ഒരു ഒഴിപ്പിക്കൽ നടപടികൾ വന്നു കഴിഞ്ഞാൽ ഈ കുടുംബങ്ങൾ തെരുവിലിറങ്ങുന്നതല്ലാതെ യാതൊരുവിധ നടപടിയും ഇല്ലെന്നാണ് ഈ കുടുംബങ്ങൾ ആരോപിക്കുന്നത്. ഏതായാലും അതുകൊണ്ട് തന്നെയാണ് ഇവർ വീണ്ടും സാവകാശം ചോദിക്കുന്നത്. തങ്ങൾക്ക് ഒരു സാവകാശം നൽകും, തങ്ങൾ വാദം കേൾക്കാൻ ഒരു സാവകാശം നൽകും, തങ്ങൾ ആരും പുഴ കയ്യേറിയില്ല, അത്തരത്തിൽ പുഴ കയ്യേറുന്നുള്ള കെട്ടിടമുണ്ടെങ്കിൽ അത് ഒഴിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഇത് എല്ലാ കടക്കാരെയും അല്ലെങ്കിൽ 56 ഈ കടക്കാരെ വീടടക്കമുള്ള കടകളെ ഒഴിപ്പിക്കുന്നതിൽ വളരെ പ്രതിഷേധമുണ്ടെന്ന് തന്നെയാണ് ഈ വ്യാപാരികളും കുടുംബങ്ങളെല്ലാം തന്നെ ആരോപിക്കുന്നത്. ഈ തെരുവിൽ ഇറങ്ങുകയല്ലാതെ അല്ലെങ്കിൽ മറ്റൊരു ഉപജീവന മാർഗം നാളെ ഇല്ലാതെ എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുന്ന പല വ്യാപാരികളും ഇവിടെയുണ്ട്. ഏതായാലും ഈ ഒഴിപ്പിക്കൽ നടപടികളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ വളരെയേറെ ഒരു സങ്കടത്തിലാണ് ഈ വ്യാപാരികളും കുടുംബങ്ങളും ഉള്ളത്.
മിനീഷ്, അതുപോലെ തന്നെ ഈ ആക്ഷൻ കൗൺസിൽ പറഞ്ഞിരിക്കുന്ന ഈ 6 ആഴ്ച ഹൈക്കോടതി സമയം തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനിടയിൽ വലിയ സന്നാഹവുമായിട്ടാണ് ഇവർ വന്നത്. ബലമായി ഒഴിപ്പിക്കാൻ നിന്നാൽ നമ്മൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും, അതിനെ നേരിടുമെന്ന് തന്നെയല്ലേ ഇവർ പ്രതികരിച്ചത്? തീർച്ചയായിട്ടും 6 ആഴ്ചകളൊരു സമയം ലഭിച്ച മൂലം കഴിഞ്ഞ വ്യാപാര സംഘടനകളെല്ലാം തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. തങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും, ഹൈക്കോടതിയെ തങ്ങളുടെ ഒരു വാദം കേൾക്കാൻ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും എന്നെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ 6 ആഴ്ച സമയം നിൽക്കുമ്പോൾ തന്നെ 20 ദിവസം തന്നെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇപ്പോൾ ഈ റവന്യൂ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ വന്ന് തങ്ങൾ ഒഴിപ്പിക്കുന്നത് വലിയൊരു പ്രതിഷേധമാണ് എന്ന് തന്നെയാണ് ഈ വ്യാപാരികളും കുടുംബങ്ങളും പറയുന്നത്. തങ്ങൾക്കൊരു സാവകാശം നൽകണം, തങ്ങളുടെ വാദം കേൾക്കാൻ ഒരു സാവകാശം നൽകാതെ തങ്ങളെ ഒഴിപ്പിക്കുന്നു. തങ്ങൾ വർഷങ്ങളായി ഇവിടെ ഉപജീവനമാക്കി മുന്നോട്ട് പോകുന്ന ഞങ്ങളുടെ കുടുംബങ്ങളും ഇവിടെ വർഷങ്ങളായി താമസിക്കുന്ന ഒരു സ്ഥലമാണ്. യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ ഇത്തരത്തിലുള്ള ഒഴിപ്പിക്കൽ തങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാതെ വേറെ ഒരു മാർഗ്ഗമില്ല. തങ്ങൾക്ക് നാളെ എന്നുള്ളൊരു ഉപജീവന മാർഗ്ഗം ഇല്ലാതെ വന്നാൽ തങ്ങൾ ആത്മഹത്യാ ഭീഷണി നേരിടേണ്ടി വരും എന്നൊക്കെ തന്നെയാണ് ഈ വ്യാപാരികളും കുടുംബങ്ങളെല്ലാം തന്നെ പറയുന്നത്. അതുകൊണ്ട് വളരെ ഈ വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കാൻ വരുമ്പോൾ പ്രതിഷേധമായി തന്നെ കുടുംബങ്ങളും കുഞ്ഞുങ്ങളും അടക്കം തന്നെ പ്രതിഷേധമായി ഒരു രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും ഈ ഒഴിപ്പിക്കൽ നടപടികളിൽ നിന്നും പിന്നോട്ട് ഇല്ലെന്നാണ് ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. സുധി, വ്യക്തമാണ്. ഇടുക്കി പൂപ്പാറ പന്നിയാർപ്പുഴയിൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഒഴിപ്പിക്കൽ നടപടിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് സബ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. വീടുകൾ ഒഴിപ്പിക്കില്ലെന്നും കടകൾ സീൽ ചെയ്യുമെന്നാണ് സബ് കളക്ടർ പറഞ്ഞത്. നടപടിയുടെ ഭാഗമായി പൂപ്പാറ ടൗണിൽ ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ വ്യാപാരികളൊക്കെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയുമുണ്ട്. ബലമായി ഒഴിപ്പിച്ചാൽ നേരിടുമെന്ന് തന്നെയാണ് ഉടമകൾ പറയുന്നത്. എന്നാൽ സമാധാനപരമായി തന്നെയായിരിക്കും പ്രതിഷേധം ഉണ്ടാവുക എന്ന് തന്നെയാണ് ആക്ഷൻ കൗൺസിൽ നേരത്തെ പ്രതികരിച്ചിരുന്നത്. വിവരങ്ങളാണ് ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി നൽകിയത്. കയ്യേറ്റ ഒഴിപ്പിക്കൽ നടപടിയോട് യോജിക്കുന്നില്ലെന്നും ബലമായി ഒഴിപ്പിച്ചാൽ നേരിടുമെന്ന് ആക്ഷൻ കൗൺസിൽ പ്രതികരിച്ചു. 6 ആഴ്ച ഹൈക്കോടതി സമയം നൽകിയിട്ടുണ്ടെന്നും അതിനു മുൻപ് വലിയ സന്നാഹവുമായി വന്നാൽ അത് അനുവദിക്കില്ലെന്നും ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ബാബു താമരപ്പള്ളി പറഞ്ഞു. ഇത് 6 ആഴ്ചക്കകം ഒഴിപ്പിക്കണമെന്ന് ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകിയത് ആ പേപ്പറിലെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത്ര ഭീകരമായ ഒരു അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് പൂപ്പാറയിലെ കയ്യേറ്റങ്ങളെല്ലാം ഇപ്പൊ തന്നെ ഒഴിപ്പിക്കണമെന്നും പറഞ്ഞു വരുന്നതിന് ഒരു കാരണവശാലും പൂപ്പാറയിലെ ഈ ആക്ഷൻ കൗൺസിലും ഈ ഇവിടെയുള്ള ജനങ്ങളും ഇവിടെ താമസിക്കുന്ന ഈ വ്യാപാര സ്ഥാപനങ്ങളിലെ ആളുകളും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന കാര്യത്തിനകത്ത് യാതൊരു സംശയം വേണ്ട, എതിർത്തിരിക്കും.